സൗണ്ട് എഫക്റ്റ് എന്ന് പറയണ്ടേ, പുച്ഛം തോന്നുവാണ് ഇവനൊക്കെ. എൻ്റെ ദൈവം, ഇത്രയും പുഴുത്ത കുറേ പെണ്ണുങ്ങളുടെ കൂടെ ഒക്കെ കിടക്കാൻ ഇവനൊക്കെ തോന്നല്ല. പ്രായപൂർത്തിയായ ഒരു മകളുണ്ട്, ഒരു മകനുണ്ട്. പോട്ടെ, ഇവന് പോകണമെങ്കിൽ ഇവൻ ഇച്ചിരിയെങ്കിലും വിദ്യാഭ്യാസവും വിവരവും, ഇത്രയെങ്കിലും വിദ്യാഭ്യാസം വിവരമുള്ള പെണ്ണുങ്ങളോടെ പോടാം. നാറികളെ ഇതിൻ്റെ കണക്ക് കൊണ്ട നടക്കുന്ന സെപ്റ്റി ടാങ്കിലെല്ലാം കിടന്ന് ഉരുളുന്ന ഇവളുമാരുടെ കൂടെ പോവാതെ നിനക്കൊക്കെ എയ്ഡ്സ് ആയിരിക്കും. ഇവിടെ ആദ്യം അന്വേഷിക്കേണ്ടത് HIV ആണ്. ഇവളുമാരെ എല്ലാം ടെസ്റ്റ് ചെയ്യേണ്ടത് HIV ഉണ്ടെന്ന്. കാരണം ഇവളുമാർ വന്ന് ഇവിടെയുള്ള എത്ര അവന്മാർക്ക് HIV കൊടുത്തു കാണും. ആ ഓമാരെല്ലാം അവരുടെയൊക്കെ വീട്ടിലിരിക്കുന്ന ഭാര്യമാരെ കൂടെ പോയി കിടന്ന് കാണും. എൻ്റെ ദൈവമേ, ഓർക്കുമ്പോൾ തന്നെ ഭയമാവുന്നു. ആദ്യം ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ HIV ആണ്. ഇവളുമാരെ എല്ലാം പോയിട്ട് ഇവള് പറയുന്നിട്ട് ഇത്ര 1 വർഷം കഴിഞ്ഞാലും ചെക്ക് ചെയ്യാം, 2 വർഷം കഴിഞ്ഞാലും ചെയ്യാം, 3 മാസം കഴിഞ്ഞാലും ചെയ്യാം, മുടി ചെയ്യാം, അത് നിന്നെ ആദ്യം പോയി ചെയ്യേണ്ടത് നിന്നെയൊക്കെ HIV അടി മറുവാണികളായി. അല്ല എന്ത് പറയും ഇതൊക്കെ കേട്ട. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ വീഡിയോ ഇടരുതെന്ന് വിചാരിച്ചാൽ നമ്മളെ കൺട്രോൾ പറ്റുവേ. അപ്പോൾ പക്ഷേ ഞാനിത് പോക്സോ ഇതൊക്കെ, അതുകൊണ്ട് ഞാൻ ആ കുട്ടിയുടെ പേര് ഞാൻ കേൾപ്പിക്കാഞ്ഞത്. അവൾ കേൾപ്പിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ വിവരം എനിക്കറിഞ്ഞൂടാ. പക്ഷെ എന്നാലും മോളെ ഫിസിക്കലി യൂസ് ചെയ്യാൻ തോന്നുന്നുണ്ടല്ലോ. അത് നമുക്ക് ഇപ്പം നമ്മൾ കേസിന് പോയി കഴിഞ്ഞാൽ അത് ഇനി ഓവറായിട്ട് പോവാണെങ്കിൽ ഇതെന്തായാലും ബോക്സ് ഓഫീസിൽ പോകുമ്പോൾ മോളെ ചെക്ക് ചെയ്യും. മോള് പക്ഷെ കള്ളം പറയരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. മോള് പറയാനുള്ള സത്യസന്ധമായിട്ട് പറയാം. മോളെ എവിടെയും വെളിയിൽ ഞാൻ വീഴത്തില്ല. എന്റെ കയ്യിലാ വീഡിയോ ക്ലിപ്പും കാര്യങ്ങളും എല്ലാം ഇരിക്കുന്നത്. നിങ്ങൾ പോകുന്നത് എന്തോടാ? ഹലോ, ഫിറോസിനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ എന്റെ കയ്യിൽ നിന്ന് എനിക്ക് തെളിവിന് ഇതെല്ലാം എടുത്ത് ഇട്ടേ പറ്റത്തുള്ളൂ. ആരാണെന്ന് എനിക്ക് പറഞ്ഞ് കാണിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. എന്താ മോളെ വീട്ടില് വെറുക്കുന്നത്? മോള് അയാളെയാണ്. ഓക്കെ ഓക്കെ, നീ ടെൻഷൻ അടിക്കണ്ട. ഇത്ത കൂടെ ഉണ്ട്, വിഷമിക്കണ്ട കേട്ടോ. ഇത്ത വിളിക്കുമ്പോ എടുക്കണേ മോളൊന്ന്. മോളിപ്പോ എവിടെയാ ഉള്ളത്? വീട്ടിലാണോ? ഓക്കെ ഓക്കെ, ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ആരൊക്കെ ഉണ്ട് വീട്ടിൽ? ആരൊക്കെ ഉണ്ട് മോളെ? ആണോ? ഓക്കെ ഓക്കെ. മുസ്ലിമാ? ഓക്കെ ഓക്കെ ഓക്കെ, ടെൻഷൻ അടിക്കണ്ട കേട്ടോ. പേരെന്തായിരുന്നടാ? ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഈ ഇതേണക്കുള്ള ഒരു വിഷയങ്ങളല്ലേ കണ്ടൻറ്റ് വേണ്ടാന്ന് വിചാരിച്ച് ഞാൻ ഇതേണക്കുള്ള വീഡിയോസൊന്നും ഇടാറില്ലാത്ത ഒരാളാണ്, അറിയാമല്ലോ. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കണ്ടൻറ്റ് വേണ്ട, ആദ്യം ഒരു വീഡിയോ ഇട്ട് ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ MDMA മറ്റേത് മറിച്ചത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് വെച്ചുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു വീഡിയോ ഇട്ടത്. പക്ഷേ ഇപ്പം ഞാൻ വീഡിയോ ഇടാനുണ്ടായ കാരണം നിങ്ങൾ ആദ്യം കേട്ടില്ലേ, ആ വോയിസാണ്. സജിന ഇന്ന് പുറത്തേക്ക് വിട്ട വോയിസാണത്. ആ വോയിസിനകത്ത് 18 വയസ്സ് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി സജിനയോട് സംസാരിക്കുന്ന ഒരു വോയിസാണ് അത്. ഫിറോസ് അബ്യൂസ് ചെയ്തിട്ടുണ്ടോ? ഫിറോസ് ഒരു പ്രാവശ്യമേ ചെയ്തിട്ടുള്ളോ? അതെങ്ങനെയാണ് ചെയ്തത്? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ആ കുട്ടിയോട് ചോദിക്കുന്നത്. അപ്പോൾ ചോദിക്കുന്ന കാര്യങ്ങളല്ല യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടി. ഞാനൊരു അഡ്വക്കേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കണ്ടൻറ്റ് എടുക്കണമെന്ന് വിചാരിച്ചത്. ഇത് എത്രമാത്രം ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് ഈ സജിന ഇപ്പോൾ ചെയ്തത്. കാരണം ആ കുട്ടിയുടെ അത് പ്രായപൂർത്തിയായതായാലോ പ്രായപൂർത്തിയായതോ ആകാത്തതോ ഒരു വിക്ടിം, ഒരു ബലാത്സംഗത്തിനോ ഒരു അബ്യൂസിനോ ഒരു പീഡനത്തിനോ ഇരയായ ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പാടില്ല. അങ്ങനെ വെളിപ്പെടുത്തുന്നവർക്ക് ശിക്ഷയുണ്ട്. ശിക്ഷാർഹമായ കുറ്റകരമായിട്ടുള്ള ഇതാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. പണിഷബിൾ ഒഫൻസാണ്. ഓക്കെ, മലയാളം പറഞ്ഞപ്പോൾ അത് കറക്റ്റായില്ല. പണിഷബിൾ ഒഫൻസാണ്. ഇവിടെ സജിന ചെയ്തത് എത്രമാത്രം ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണെന്നറിയോ? ഇത് കുറ്റകൃത്യം ചെയ്ത ഒരു വ്യക്തിക്ക് അതുപോലെ തന്നെയുള്ള ബാധകമാണ് സജിന ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഒരു പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയെ ഒരു പോക്സോ കേസ് എന്ന് പറഞ്ഞിട്ട് ഉൾപ്പെട്ടിട്ടുള്ള ഒരു പെൺകുട്ടിയോട് സംസാരിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയുകയാണ്. ആ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് അതിൻ്റെ കുടുംബം എവിടെയാണ്, അതിൻ്റെ കുടുംബത്തിൽ ആരൊക്കെയുണ്ട്, അത് ഏത് ജാതിയാണ്, ഏത് മതമാണ്, അതിൻ്റെ പേരെന്താണ്, അത് ഞാനിവിടെ കേൾപ്പിച്ചില്ല. കാരണം നമ്മുടെ ചാനലിൽ കൂടി പോലും ഒരിക്കലും അങ്ങനെയുള്ളൊരു നിയമലംഘനം നടത്താൻ പാടില്ല. ആ ഒരു വിക്ടിമിൻ്റെ പേര് നമ്മൾക്ക് എത്ര അനുഭവങ്ങളുണ്ട്. ഇവിടെ റേപ്പ് കേസിൽ അല്ലെങ്കിൽ പീഡനത്തിന് ഇരയാകുന്ന ഒരു വ്യക്തികളുടെ പേര് വിവരങ്ങൾ പുറത്തു പറഞ്ഞാൽ അത് ഒരു പണിഷബിൾ ഒഫൻസാണ്. നമ്മൾക്കെതിരെ കേസെടുക്കാനുള്ള വകുപ്പുണ്ട് എന്നുള്ളത് അറിയാത്ത, ഇത്ര വിവരമില്ലാത്തൊരു സ്ത്രീയാണോ ഇവർ? ഒന്നാമത്തെ കാര്യം, അവർ എന്താ പറയണേ,
കിടന്ന് ഉരുളുവാണ്. വെറും ചാണകക്കുഴിയിലൊന്നുമല്ല, സെപ്റ്റിക് ടാങ്കിൽ കിടന്ന് ഉരുളുന്ന ഒരു സ്ത്രീയാണ്. അത്രമാത്രം അറപ്പും വൃത്തികേടും ഉളുപ്പും നാണവും ഇല്ലാത്ത ഒരു സ്ത്രീ. എന്നിട്ട് സ്വന്തമായിട്ട് ഇതെല്ലാം മറയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു പോക്സോ കേസ് കൊണ്ടുവന്നു. ഈ ഫിറോസ് എന്ന് പറയുന്നവൻ പോക്സോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരത് കൃത്യമായിട്ട് കേസ് കൊടുത്ത് അവനെ അകത്താക്കട്ടെ. ഇവളിത് കൊണ്ടുവന്ന് അവരുടെ വെയറബിൾസ് ഡീറ്റെയിൽസ് ഈ കുട്ടിയുമായിട്ട് സംസാരിച്ച് യൂസ് ചെയ്ത് എങ്ങനെയാണ്, ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ള, എങ്ങനെയാണ് ഉപയോഗിച്ചത്, മോള് പിന്നെ കോണ്ടം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നോ, എന്നിട്ട് ആ കുട്ടി പറയുന്നുണ്ട് അയ്യോ അല്ല അങ്ങനെയല്ല, എനിക്ക് ഫിസിക്കൽ അബ്യൂസ് എന്ന് പറയുമ്പോൾ അതിനെ നിർബന്ധിച്ചു, അതിനെ കമ്പൽ ചെയ്ത് എന്തൊക്കെയോ പറയിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അത് പറയുന്നത് ക്ലിയർ ആവാത്തതുകൊണ്ട് ഇവള് അത് കൃത്യമായിട്ട് പറഞ്ഞ് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വ്യക്തി ഫിറോസ് ആണല്ലേ. അപ്പോൾ ഫിറോസിനെതിരായിട്ട് തെളിവുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവള് ചെയ്യുന്നത് ഏറ്റവും വലിയ കുറ്റമാണ്. ഇവൾ ഫിറോസിനെതിരെ തെളിവുകൾ കൊണ്ടുവന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കട്ടെ. ഇത് സോഷ്യൽ മീഡിയയിലിട്ട് നാട്ടുകാരൻ മുഴുവൻ ആ കുട്ടിയുടെ പേരാണ് അറിയിച്ചിരിക്കുന്നത്. ആ കുട്ടിയുടെ വീട്ടിൽ എത്ര പേരുണ്ട്, അത് ഏത് മതത്തിൽപ്പെട്ടതാണ്, ഇതെല്ലാം അറിയിച്ചിരിക്കുകയാണ്. എന്ത് വലിയ കുറ്റകൃത്യമാണിത്. എനിക്ക് എന്താ പറയണ്ട, ഇത്രയും വിവരമില്ലാത്ത ഇവളെയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ റസൂൽ പൂക്കുട്ടിക്കും ഇവനുമൊക്കെ ഇവളുടെ കൂടെ എത്രമാർ പോയിട്ടുണ്ടോ അവരൊക്കെ ഇത് തന്നെ വേണം. ഇത്രയും അളിഞ്ഞ് ഇത്രയും സെപ്റ്റിക് ടാങ്കി കിടക്കുന്ന ഇവളുമാരെയൊക്കെ തന്നെ ഇവൻ്റെയൊക്കെ കൂടെ പോയി കിടക്കുക എന്ന് പറഞ്ഞാൽ ഇവനൊക്കെ ഇത് തന്നെ വേണം. ഇവനൊരു ഓസ്കാർ ജേതാവ്, റസൂൽ പൂക്കുട്ടിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇവനൊരു ഓസ്കാർ ജേതാവ്. ഈ ഓസ്കാർ ജേതാവിനൊക്കെ ഇവനൊക്കെ നാണമുണ്ട്. ഒരു പുഴുത്ത പട്ടിയുടെ അവസ്ഥയായില്ല. ഇങ്ങനെയുള്ളൊരു പുഴുത്ത പട്ടിയുടെ കൂടെ കിടക്കുമ്പോഴേ നമുക്ക് പിന്നെ എന്താ പറയുക, ഇങ്ങനെയുള്ളൊരു പുഴുത്ത പട്ടിയുടെ കൂടെ കിടക്കുമ്പോൾ നമുക്ക് ഇവനെയൊക്കെ പുഴുത്ത പട്ടിനെ വിളിക്കാൻ പറ്റും. ഒന്ന് കേട്ടോ നിങ്ങൾ. അവരോട് സംസാരിച്ച സാധനം റെക്കോർഡ് ചെയ്തിട്ട് അതിട്ടേക്കുന്നു. ഞങ്ങൾ തമ്മിലുള്ള ആർഗ്യുമെന്റ്സ് ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവളുടെ അടുത്ത വോയിസാണ്. അവളും അവനും എന്ന് പറഞ്ഞാൽ റസൂൽ പൂക്കുട്ടിയും സജിനായും തമ്മിലുള്ള വോയിസ് റെക്കോർഡ് ചെയ്തത് അവളെ ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തത് ലീക്ക് ചെയ്തു. അത് ഏതാണ്ട് വലിയ അപരാധമാണെന്ന്. ഇവൾ ചെയ്ത അപരാധത്തിൻ്റെ 1% പോലും ഇല്ല. ഒരു പീഡിപ്പിക്കപ്പെട്ട അല്ലെ അബ്യൂസിൽ ഉണ്ടായ ഒരു പെൺകുട്ടിയുടെ വോയിസ് എടുത്തുവിട്ട് അതിൻ്റെ വീടും എവിടെയാണെന്ന് അന്വേഷിച്ച് അതിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് അറിഞ്ഞ് ഏത് മതത്തിൽ ജനിച്ച കുട്ടിയാണെന്ന് അറിഞ്ഞ് അതിൻ്റെ സ്വന്തം പേര് പോലും നാട്ടുകാരുടെ മുന്നിൽ ഈ സോഷ്യൽ മീഡിയ വഴി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരെ അറിയിച്ച ഇവളാണ് ഏറ്റവും വലിയ കുറ്റവാളിയാവാൻ പോണത്. പോക്സോ കേസ് ചെയ്ത് അവനെതിരെ അവർ പരാതി കൊടുത്താലല്ലേ ആവത്തുള്ളൂ. അതേ കണക്ക് തന്നെ ഇവർ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പരാതിപ്പെടണം. അവർ ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ വന്നുപെടുന്ന പെൺപിള്ളേർ ഇങ്ങനെയുള്ള പരാതികൾ ഉണ്ടായേ തീരൂ, പരാതിപ്പെടുക തന്നെ വേണം. എന്നിട്ട് ഇവളെ ഭീഷണിപ്പെടുത്തി ആ കുട്ടിയെ കൊണ്ട് നിർബന്ധിച്ചാണ് ഓരോന്ന് പറയുന്നതായിട്ട് തോന്നിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഈ വോയിസ് കേൾപ്പിക്കുന്നതിന് മുമ്പേ വന്നിരുന്ന് പിന്നെ അഴിഞ്ഞാടിയതാണ്. എന്തോ ഒരു മാനസിക പ്രശ്നമുള്ള ഒരു സ്ത്രീയെ പോലെയാണ് എനിക്കിവരെ തോന്നിയത് കേട്ടോ. ഇവരുടെ ആ ഒരു വെപ്രാളവും പിന്നെ അതിനൊക്കെ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് ഞാനൊരു ആക്ട്രസ് അല്ല, ഇവളാര് ലോകത്തൊരു ആക്ട്രസ്സോ, എൻ്റെ ദൈവമേ, 1-2 സീരിയലിൽ ചപ്പച്ചെന്ന് പറഞ്ഞ് അഭിനയിച്ചതിൻ്റെയാണ് ഇവൾ ഇത്ര അഹങ്കരിക്കുന്നത്. ഞാനതാ പറഞ്ഞത്, ഏതെങ്കിലും ഒരെണ്ണത്തിലൊന്ന് മുഖം കാണിച്ചു പോയാൽ ഇവളുമാരൊക്കെ അങ്ങ് ഏതാണ്ട് വലിയ സെലിബ്രിറ്റികളായി എന്നുള്ളൊരു തോന്നലാണ്. ഏതാണ്ട് ഇവളുമാരുടെയൊക്കെ എല്ലാം സെലിബ്രിറ്റികളായി ഇവളുമാരൊക്കെ അങ്ങ് ലോകത്തിൻ്റെ ആകാശത്തിൻ്റെ മേളിൽ കയറി എന്നാണ് ഇവളുമാരുടെയൊക്കെ തോന്നൽ. തുണിയും പകുതി താഴെയിട്ട് ശകലം പകുതി ഭാഗം തുണിയും ഒട്ടിച്ച് വെച്ച് മുലയും കാണിച്ച്, അങ്ങനെ പച്ചയ്ക്ക് ഇങ്ങനെ പറയാതിരിക്കാൻ അവിടെയും കാണിച്ച് തുടയും കാണിച്ച് നടക്കുമ്പോൾ ഇവളൊക്കെ ഏതാണ്ട് വലിയ സെലിബ്രിറ്റികളായെന്നാൽ ഇവളൊക്കെ വിചാരം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെയൊക്കെ വിളിക്കുന്നവന്മാർ ഉദ്ഘാടനവും മറ്റേത് മാങ്ങത്തലെന്ന് പറഞ്ഞാൽ വിളിക്കുന്നവന്മാരെ ആദ്യം പച്ച തെറി വിളിച്ച് ഓടിക്കണം. അല്ല, ഇവളൊക്കെ അങ്ങനെയാണ് വേണ്ടത്. ഇവളൊക്കെ പച്ചമടൽ വെട്ടി അടിച്ച് നാട്ടുകാർ ഓടിക്കുന്ന സമയം കഴിഞ്ഞ്. സഹലമാൻ ഇവിടുത്തെ നാട്ടിൽ ഇവള് വലിയ കാര്യത്തെ കുഞ്ഞുങ്ങളെ ഇടാൻ മൂഞ്ഞി ചക്കര സ്വന്തം രണ്ട് മക്കളുണ്ട്. ടീനേജിലുള്ളൊരു മോളുള്ളപ്പോഴാണ് ഇവൾ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നത്. എന്നിട്ട് കിടന്ന് മെഴുകുന്നു, സെപ്റ്റി ടാങ്കിൽ കിടന്ന് മെഴുകുന്ന ഈ വൃത്തികെട്ട മറ്റേ മോള്. ഇത് കാണുമ്പോഴാണ്. പിന്നെ ഫിറോസ് എന്ന് പറയുന്നവൻ ഇങ്ങനെ ഏതൊക്കെ രീതിയിൽ പോയിട്ടുണ്ടെങ്കിലും അവന് ആരെങ്കിലും അല്ലെങ്കിൽ പീഡിപ്പിച്ചാൽ അവന് പോക്സോ കേസിൽ അവൻ ഒരു പ്രായപൂർത്തിയാവാത്ത ഒരു പെണ്ണിനെ പീഡിപ്പിച്ചാൽ അവൾ കൊണ്ട് കേസ് കൊടുക്കണം. അവളെ വീട്ടുകാരോട് പറഞ്ഞ് കേസ് കൊടുക്കണം. അല്ലാതെ എന്തിനാണ് അവനെ അകത്താക്കണം. അല്ലാതെ എന്തിനാണ് ഇങ്ങനെ അവൾ വല്ലവൻ്റെയും അടുത്ത് വിളിച്ച്, അതുമല്ല ഇവൾ അതിൻ്റെ ഇടയ്ക്കൂടെ ഭീഷണിപ്പെടുത്തുന്നത് നിങ്ങൾ കേട്ടായിരുന്നു. ആദ്യത്തെ ആ ഒരു ഉണ്ടല്ലോ, പിന്നെ ഞാൻ പുറത്ത് പറയും, പിന്നെ ഫിറോസിക്കായെ വിളിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഈ വിവരം പുറത്ത് അറിയിക്കും. ഈ വീഡിയോ എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അവരുമായിട്ടുള്ള വീഡിയോ പിടിച്ച് ലീക്കാവുമെന്നെങ്കിൽ ആദ്യം ഇവളെ ആയിരിക്കും അറസ്റ്റ് ചെയ്യുന്നത്.
ആദ്യം ഇവളെ ആയിരിക്കും പിന്നെ അറസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ആ കുട്ടീനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇതൊക്കെ പറയിപ്പിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയത്, നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത്, നിങ്ങൾ അങ്ങോട്ട് നടന്നു പോകുന്നതും ഒക്കെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അപ്പം നിങ്ങൾ അന്ന് പോയപ്പോൾ ഒരു പ്രാവശ്യം മാത്രമേ ബന്ധപ്പെട്ടിട്ടുള്ളൂ, എത്ര നാളത്തെ പരിചയമാണ്. പിന്നെ ഫിറോസിനെ വിളിച്ച് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോ എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അത് ഞാൻ പിന്നെ എനിക്ക് ആരെയും കാണിക്കാതിരിക്കാൻ പറ്റില്ല, ഞാനത് സോഷ്യൽ മീഡിയയിൽ അറിയിക്കും. സോഷ്യൽ മീഡിയയിൽ അറിയിച്ചാൽ ഇവളല്ലേ ആദ്യം അകത്ത് പോകുന്നത്. അയ്യോ എൻ്റെ ദൈവമേ, ഇവൾക്ക് ഇത്രയും വിവരം. ഇവൾ സ്കൂളിൽ പോയിട്ടില്ലേ? ഇവൾക്ക് 5ാം ക്ലാസ് വരെ പോലും പഠിച്ചിട്ടില്ലേ? സത്യവരികളൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. കാരണം ഇവൾ 17 വയസ്സിൽ ഒളിച്ചോടി പോയതല്ലേ. അപ്പോൾ തന്നെ ഇവൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴായിരിക്കും ഇവളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പോൾ കഴിഞ്ഞ് കുറേ നാൾ വായി നോക്കി നിന്നാണ്. പഠിക്കാനൊക്കെ വെറും ഇതായിരിക്കും, സ്കൂളിൽ പോയിട്ടുണ്ടാവില്ല. ഇവൾക്കൊക്കെ ഇതായിരിക്കും. കാരണം പ്രേമരോഗി എന്നുള്ള പേര് ഇവൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ഇവൾക്ക് സകല ആണുങ്ങളെയും കൂടെ ഓടിപ്പോകുന്നതിന് മുമ്പായിരിക്കും കെട്ടിക്കാൻ നോക്കിയപ്പോഴായിരിക്കും ഇവൾ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയത്. അതായിരിക്കും. ഇവൾക്ക് ഒന്നും ഒരു വിവരവും ഇല്ല, ഒരു 10 പൈസയ്ക്ക് വിവരമില്ല. നിയമം എന്താണ് പോട്ട്. നമ്മുടെ നാട്ടിലെ വാർത്തകൾ വായിക്കുമ്പോൾ അതിൻ്റെ കോമൺ സെൻസ് എങ്കിലും ഉണ്ടാവേണ്ടേ. പിന്നെ MDMAയുടെ കാര്യം പറഞ്ഞു. ഇവളുമായിട്ട് ബന്ധപ്പെട്ട സകലമാൻ അവളുമാരെയും പിന്നെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കണം. ഇവളുമാരുടെ എല്ലാം ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കണം. ഇവളുമാരുടെയൊക്കെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചിട്ട് ഇവളൊക്കെ സ്വർണ്ണക്കള്ളക്കടത്തിനകത്ത് വന്നിട്ടുണ്ടോ, ഇവളൊക്കെ ഇവിടെ ഈ നാട്ടിലോട്ട് സ്വർണം കടത്തിയിട്ടുണ്ടോ, ലഹരി വസ്തുക്കൾ കടത്തിയിട്ടുണ്ടോ, ഇതേ കണക്കുള്ള കള്ളക്കടത്ത് നടത്തിയിട്ടുണ്ടോ, ഇതിനൊക്കെ പണം കിട്ടിയിട്ടുണ്ടോ, ഇവളൊക്കെ എന്തിനാ ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ സമയത്ത് ഇവക്കൊക്കെ അക്കൗണ്ടിലേക്കൊക്കെ കാശ് എങ്ങനെയാണ് വന്നിട്ടുള്ളത്, ഇതെല്ലാം കൃത്യമായിട്ട് ഗവൺമെൻറ് തലത്തിൽ അന്വേഷണ വിധേയമാക്കേണ്ട കാര്യമാണ്. കാരണം ലഹരി, കള്ളക്കടത്ത്, ഇതേണക്കുള്ള പല ഇല്ലീഗൽ, പിന്നെ പെണ്ണുങ്ങളെ അങ്ങോട്ട് കയറ്റിവിടൽ, എന്താ പറയണേ, ഈ പീഡനത്തിന് വേണ്ടി ദുബായിലൊക്കെ കൊണ്ടുപോയി പെണ്ണുങ്ങളെ പെൺവാണിഫത്തിന് വെക്കത്തില്ലേ. ഇതേണക്ക് പെൺവാണിഫം, കള്ളക്കടത്ത്, ലഹരി കടത്ത്, ഇങ്ങനെയുള്ള 3 കാര്യങ്ങളോട് ചുറ്റിപ്പറ്റി ഇവളുമാരുടെ ഈ സജിന ഫിറോസ്, അതുപോലെ ഇവള് പറഞ്ഞ സകലമാന ആൾക്കാരുടെയും, ദിയാസനയായാലും റോഷ്നിയായാലും അന്നമ്മയായാലും കിന്നമ്മയായാലും മറ്റവളായാലും എന്താ പറയുക ലക്ഷ്മി അവളെ പേരെന്തുവോ, ലക്ഷ്മി വിജയനായാലും എല്ലാവളുമാരുടെ, റസൂൽ പൂക്കുട്ടി ആയാലും, ഇവരുടെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കണം. ഫിറോസ് ഖാൻ്റെയും എല്ലാവരുടെയും ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചിട്ട് ഇവരുടെയൊക്കെ അക്കൗണ്ടാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. ഇവരുടെയൊക്കെ അക്കൗണ്ടിൽ എവിടെ നിന്നൊക്കെയാണ് കാശ് വന്നിരിക്കുന്നത്, ആരൊക്കെയാണ് കാശ് അയച്ചിരിക്കുന്നത്, എന്തിനാണ് ഇവർ കാശ് വാങ്ങിച്ചിരിക്കുന്നത്, ഇവർക്ക് എന്ത് ജോലി ചെയ്തതിൻ്റെ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ ചെയ്തതിന് പ്രതിഫലമായിട്ടാണ് ഈ കാശ് കിട്ടിയിരിക്കുന്നത്, ഇതൊക്കെ കൃത്യമായിട്ട് അന്വേഷിക്കണം എന്നാണ് എനിക്ക് ഈ ഒരു വീഡിയോ കൂടി പറയാനുള്ളത് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ചെറിയ കാര്യമല്ല, ഇത് ഗുരുതരമായി. ഇത് ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് തൂങ്ങും, ഒരുപാട് പേരും. അതുപോലെ തന്നെ പിന്നെ ഈ റസൂൽ പൂക്കുട്ടി, ഇവള് വലിയ കാര്യത്തെ റസൂൽ പൂക്കുട്ടി ഞങ്ങൾ തമ്മിലുള്ള ചാറ്റെടുത്ത് പുറത്തിട്ട ദിയാസനെ അത് ചെയ്യും. ദിയാസന ആരാണെന്ന് നമുക്കറിയത്തില്ല കേട്ടോ. നമുക്ക് ഇവരെയൊന്നും വലിയ ആക്ടിവിസ്റ്റ് എന്നും പറഞ്ഞ് കുറേ അവളുമാർ നടക്കുന്നുണ്ടല്ലോ, നമുക്ക് ഇവളെയൊന്നും വലിയ താല്പര്യമില്ലാത്ത. കാരണം കുറേ തുണി ഉരിഞ്ഞ് കളഞ്ഞിട്ട് കുറേ പെണ്ണുങ്ങളുടെ നല്ല കാര്യങ്ങൾ, സ്ത്രീകൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾക്കൊന്നും ഇവളുമാരെ ഒന്നും കാണാറില്ല. ഏതെങ്കിലും എവളുമാർ എവിടെങ്കിലും അറിവാണികൾ വിഭജിച്ചാലും ഉടനെ തന്നെ അവൾക്ക് വേണ്ടിയിട്ടൊക്കെ സംസാരിക്കാൻ വരുന്ന കുറേ എണ്ണമുണ്ട്. എന്തോ ശ്രീലക്ഷ്മി അറയ്ക്കലോ പുഴുത്ത നാറികളായിട്ടാണ് തോന്നുന്നത്. അവളുടെ വ്യഭിചാരം നമ്മൾ കേട്ടല്ലോ, 4ഉം 5ഉം ഒക്കെ അവൾ ആലോചിച്ചാണ് എടുക്കുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ അവളുമാരുണ്ട്, കുറേ വൃത്തികെട്ടവളുമാരുണ്ട്. ആ ഗ്യാങ്ങിലെ ഒരുത്തിയാണ് ഈ സജിന ഫിറോസ് എന്ന് പറയും. സജിന നൂറ്, എനിക്ക് ഈ ഫിറോസ് എന്നാണ് വരുന്നത്. അവൾ മെൻ്റൽ പോലെയാണ് അവൾ സംസാരിക്കുന്നത്. അവൾ കിടന്ന് നിലവിളിക്കുന്നത് ഞാൻ വലിയ ആക്ട്രസ്സാണ്. അപ്പം ഞാനിനി കരയത്തൊന്നുമില്ല, ഞാനിനി പുതിയ കാര്യങ്ങളായിട്ട് വരും. അവൾ കുറേ അവന്മാരെ കൂടെ ഇങ്ങനെ സെപ്റ്റി ടാങ്കിൽ കിടന്ന് ഉഴുത് മറിച്ചതിൻ്റെ മറയ്ക്കാൻ വേണ്ടിയിട്ട് അടുത്ത പോക്സോ കേസ് വന്ന് പിന്നെ ഫിറോസ് ഖാനെതിരെ കൊണ്ടുവന്നതാണ്. പോക്സോ കേസ് എന്ന് പറഞ്ഞാൽ നീ സോഷ്യൽ മീഡിയയിൽ അല്ലടി നാറി കൊണ്ടുവരേണ്ട, നീ പോലീസിനാണ് പരാതി കൊടുക്കേണ്ടത്. ആ പെണ്ണ് പോലീസിന് വരാൻ താല്പര്യം നീ കൊണ്ടുവന്ന് ബാലാവകാശ കമ്മീഷൻ ചൈൽഡ് വെൽഫെയറിൽ വിളിച്ചു പറയാം. ആ കൊച്ചിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ ഞാനൊരു അഡ്വക്കേറ്റാണ്, വിളിച്ചു പറ, അതിൻ്റെ നാടും വീടും പറ. ചൈൽഡ് വെൽഫെയറിൽ നിന്ന് നേരെ കേസ് വന്നിട്ട് പോലീസ് അന്വേഷിച്ചോളും. ജുവനൈൽ ജസ്റ്റിസാണ് അന്വേഷിക്കേണ്ടത്. പോക്സോ കേസൊക്കെ സെഷൻസ് കോടതി എടുക്കും. അല്ല ഇവിടുത്തെ പോലീസുണ്ട്, DGPക്ക് പരാതി കൊടും. എന്തെല്ലാം മാർഗ്ഗങ്ങളുണ്ട്. അതൊന്നും ചെയ്യാതെ അവൾ സോഷ്യൽ മീഡിയയിലിട്ട് പിന്നെ എന്തോ പറയുന്നത്, ഒരു കേസ് എന്താണ്, ഇതൊക്കെ വന്നാൽ ഏതായിരിക്കും അവസ്ഥ എന്നും മനസ്സിലാക്കാതെയാണ് ചെയ്യുന്നത്. അതേ കണക്ക് നമ്മുടെ റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്ന വായി നോക്കി എന്താ പറയുക പറഞ്ഞേക്കുന്ന എൻ്റെ കയ്യിൽ നിന്ന് 60 ലക്ഷം എത്രയോ ലക്ഷം അങ്ങാണ്ട് രൂപ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അവൾ 40 ലക്ഷം രൂപ വാങ്ങിച്ചു. പിന്നെ അതുപോലെ പിന്നെന്താ വാങ്ങിച്ചു, 10 പിന്നെ
ഡയമണ്ട് റിങ്, പിന്നെ വാച്ച്, മാല, ലോക്കറ്റ്, 10 ഗ്രാമിൻ്റെ ലോക്കറ്റ്, നെക്ലസ്, എന്തൊക്കെയോ വാങ്ങിച്ചെന്ന്. ബട്ട് 70 ലക്ഷം രൂപയോളം അവൻ്റെ നടിച്ചു മാറ്റിയെന്ന്. നാണവും മാനവും ഇല്ല ഇവനൊക്കെ ദൈവമേ, സത്യം പറഞ്ഞാൽ നമുക്കൊരു അഭിമാനമായിരുന്നു. ഇന്ത്യയുടെ അഭിമാനം, കേരളത്തിൻ്റെ അഭിമാനം, റസൂൽ പൂക്കുട്ടി. ഇവൻ സകലമാന നാട്ടിലും സൗണ്ട് എഫക്റ്റ് എന്ന് പറയണ്ട, പുച്ഛം തോന്നുവാണ് ഇവനൊക്കെ. എൻ്റെ ദൈവം, ഇത്രയും പുഴുത്ത കുറേ പെണ്ണുങ്ങളുടെ കൂടെയൊക്കെ കിടക്കാൻ ഇവനൊക്കെ തോന്നല്ല. പ്രായപൂർത്തിയായ ഒരു മകളുണ്ട്, ഒരു മകനുണ്ട്. പോട്ടെ, ഇവന് പോകണമെങ്കിൽ ഇവൻ ഇച്ചിരിയെങ്കിലും വിദ്യാഭ്യാസവും വിവരവും, ഇത്രയെങ്കിലും വിദ്യാഭ്യാസം വിവരമുള്ള പെണ്ണുങ്ങളോടെ പോടാൻ നാറികളെ. ഇതിനൊക്കെ കൊണ്ട സെപ്റ്റി ടാങ്കിലെല്ലാം കിടന്ന് ഉരുളുന്ന ഇവളുമാരുടെ കൂടെ പോവാതെ നിനക്കൊക്കെ എയ്ഡ്സ് ആയിരിക്കും. ഇവിടെ ആദ്യം അന്വേഷിക്കേണ്ടത് HIV ആണ്. ഇവളുമാരെ എല്ലാം ടെസ്റ്റ് ചെയ്യേണ്ടത് HIV ഉണ്ടെന്ന്. കാരണം ഇവളുമാർ വന്ന് ഇവിടെയുള്ള എത്ര അവന്മാർക്ക് HIV കൊടുത്തു കാണും. ആ ഓമാരെല്ലാം അവരുടെയൊക്കെ വീട്ടിലിരിക്കുന്ന ഭാര്യമാരെ കൂടെ പോയി കിടന്ന് കാണും. എൻ്റെ ദൈവമേ, ഓർക്കുമ്പോൾ തന്നെ ഭയമാവുന്നു. ആദ്യം ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ HIV ആണ്. ഇവളുമാരെ എല്ലാം പോയിട്ട് ഇവള് പറയുന്നിട്ട് ഇത്ര 1 വർഷം കഴിഞ്ഞാലും ചെക്ക് ചെയ്യാം, 2 വർഷം കഴിഞ്ഞാലും ചെയ്യാം, 3 മാസം കഴിഞ്ഞാലും ചെയ്യാം, മുടി ചെയ്യാം, അത് നിന്നെ ആദ്യം പോയി ചെയ്യേണ്ടത് നിന്നെയൊക്കെ HIV അടി മറുവാണികളായി. അല്ല എന്ത് പറയും, ഇതൊക്കെ കേട്ട സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ വീഡിയോ ഇടരുതെന്ന് വിചാരിച്ചാൽ നമ്മളെ കൺട്രോൾ പറ്റുമേ. അപ്പോൾ പക്ഷേ ഞാനിത് പോക്സോ ഇത് കണ്ട്, അതുകൊണ്ട് ഞാൻ ആ കുട്ടിയുടെ പേര് ഞാൻ കേൾപ്പിക്കാഞ്ഞത്. അവൾ കേൾപ്പിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ വിദ്യാഭ്യാസം ഉള്ളതല്ലേ, അവൾ കൊണ്ടുവന്ന് അത് ഇട്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഏതെങ്കിലും പീഡനത്തിന് ഇരയാവുന്ന പെൺകുട്ടികളുടെയോ സ്ത്രീകളുടെയോ പേരോ അവരുടെ വ്യക്തി വിവരങ്ങളോ പേരോ പുറം ലോകത്തേക്ക് അറിയിക്കുന്നവർ അതിലും വലിയ കുറ്റകൃത്യമാണ് ചെയ്യുന്നതെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഇത്രയും വിവരവും ബോധവും ഇല്ലെങ്കിൽ ആ വിവരമുള്ള ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കുക. നീയൊക്കെ MDMA മറ്റേതടിച്ചിട്ടായിരിക്കും വന്നിന്ന് സംസാരിക്കും. നിൻ്റെ ഈ സ്റ്റൈല് കാണുമ്പോഴേ അറിയാം നീ അതല്ല അതിനപ്പുറം അടിക്കുമെന്ന്. അപ്പോൾ അതുകൊണ്ടായിരിക്കും നീയൊക്കെ ചാടി കയറി ദുബായി പോകുന്നത്. അപ്പം ഇവളുമാരെ ഈ ഒറവാണികളുടെ ഈ എന്തിരിവളുമാരുടെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കണം. എല്ലാവളെയും റസൂൽ പൂക്കുട്ടി ഉൾപ്പെടെയുള്ള ആൾക്കാർ എന്തിനാണ് ഈ ദുബായിൽ ഇവളുമാരെയൊക്കെ കൊണ്ടുപോകുന്നത്, ഇവളുമാർ എന്തിനാണ് ദുബായിൽ സ്ഥിരമായിട്ട് പോകുന്നത്, അതുപോലെ തന്നെ ലഹരിക്കടത്തുണ്ടോ, സ്വർണ്ണക്കള്ളക്കടത്തുണ്ടോ, പെൺവാണിഫുണ്ടോ, ഇവളൊക്കെ പിന്നെ കൂട്ടിക്കൊടുപ്പുകാരികളാണോ, പീഡനക്കാരികളാണോ, ഇതെല്ലാം കണ്ടുപിടിക്കണമെങ്കിൽ ഇവളെയൊക്കെ ബാങ്ക് അക്കൗണ്ട്, ഇവളുടെയൊക്കെ എത്ര അക്കൗണ്ട് ഉണ്ടോ അതെല്ലാം പരിശോധിക്കണം. ഈ കാശുകളൊക്കെ എവിടെ നിന്നാണ് വന്നതെന്ന് അന്വേഷിക്കണം. ഈ കാശുകളുടെ ഇതിൻ്റെ സോഴ്സ് കണ്ടെത്തുക തന്നെ വേണം. എങ്കിൽ മാത്രമേ ഇവിടുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തൂത്തെറിയാൻ പറ്റൂ. പിന്നീട് ഈ സജിന നൂർ എന്ന് പറയുന്ന വൃത്തികെട്ടവളോട് ഞാൻ പറയുന്നത്, നീ ആദ്യം പോയിട്ട് എയ്ഡ്സിന് ടെസ്റ്റ് ചെയ്യും. അതാണ് നിനക്ക് ഏറ്റവും പ്രധാനം. നിനക്ക് രണ്ട് മക്കളുണ്ടല്ലോ, നീ അവരെ അവിടെ വെച്ചിട്ടാണ് ഈ അഴിഞ്ഞാട്ടത്തിന് മുഴുവൻ കണ്ട ആണുങ്ങളോട്, അർവാണിയായിട്ട് കണ്ട ആണുങ്ങളോടെല്ലാം നടന്നത്. എന്നിട്ട് പറഞ്ഞു, ഞാൻ പ്രായപൂർത്തിയായ അവൻ ഒരുത്തെ പീഡിപ്പിച്ചതിന് കുഴപ്പമില്ല, ഞാൻ പല ആൾക്കാരോടെ പോയി. നിനക്ക് നാണമില്ലോടി, നിനക്ക് നാണമില്ലോ? നീ അവിടെ നിന്ന് രേണു സുധീനെ പറയുന്നല്ലോ, നീ അവിടെ നിന്ന് ഇന്നലെ രേണു സുധീനെ പറഞ്ഞല്ലോ. രേണു സുധി പോയിട്ടുണ്ടെങ്കിൽ അവൾക്ക് എന്തായാലും കെട്ടിയവനില്ലായിരുന്നു. ഈ കെട്ടിയവനും എടുത്തു വെച്ച് 2 മക്കളും, 2 സ്വന്തം പ്രസവിച്ച 2 മക്കൾ. അവളെ മോനെ 6ാം ക്ലാസ്സിലേ ഉള്ളൂ. പിന്നെ അവൾ പോയിട്ടുണ്ടെങ്കിൽ അവളെ വീട്ടിൽ തന്നെ തിരിച്ചെന്ന്. അവളെക്കുറിച്ച് ആരും ഇങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. ഒരാണുങ്ങളും വന്ന് ഞങ്ങളുടെ കൂടെ കിടന്നതാണെന്നും അല്ലെങ്കിൽ അവളെ ഭർത്താവ് മരിച്ചുപോയ അയാളെ ഭർത്താവില്ല, അവൾ വിവാഹം കഴിച്ച ഭർത്താവ് മറ്റേ 2ാം വിവാഹം അവൾ കഴിച്ചിട്ടില്ല. പിന്നെ അവളെ എന്തോ രേണു സുധി അങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നീ പറയുന്ന കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ എല്ലാവളുമാരും കൊള്ളാം, ആരും നല്ലതും ഒന്നുമല്ല. എന്തായാലും ഇവളുമാരുടെ ഈ ഇങ്ങനെയുള്ള എല്ലാവളുമാരും രേണു സുധി ആയാലും ആരായാലും എന്ത് രോഗം വന്നാലും ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. ഇവളൊക്കെ തുണി ഒഴിഞ്ഞ് ആടിക്കോട്ടെ, എന്തെങ്കിലും കാണിച്ചോട്ടെ. പക്ഷേ ലഹരിക്കടത്ത്, കള്ളക്കടത്ത്, പെൺവാണിഭം ഇത് 3ഉം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ ഇവളുടെയൊക്കെ അക്കൗണ്ട് കൃത്യമായിട്ട് ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കണം. അതിനകത്ത് എവിടെ നിന്നാണ് പണം വന്നതെന്ന് ഞാൻ വീണ്ടും അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. ഗൈസ്, എനിക്ക് ഇതിനുള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് വായിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് തെറി പറയുന്നുള്ള പേടിയാണ് കേട്ടോ. സോഷ്യൽ മീഡിയ വന്നിരുന്ന നമ്മൾ അനാവശ്യമായ വാക്കുകൾ പറയാൻ പാടില്ലല്ലോ എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഞാൻ സെൽഫ് കൺട്രോൾ ചെയ്തിട്ടാണ് ഞാൻ ഇത്രയും സംസാരിക്കുന്നത്. കാരണം നമ്മൾ ഇത് കണക്കുള്ള കണ്ടൻറ് എടുക്കാറില്ല, ചെയ്യരുതെന്ന് വിചാരിക്കുന്നത്, പക്ഷെ ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഇതേ കണക്കുള്ള വളരെ ഒരു വിവരമില്ലാതെ പറയുമ്പോൾ നമ്മൾ ഇത്രയും LLMകാരിയാണ് ഞാൻ. 10-12 വർഷമായിട്ട് വക്കീൽ ജോലി ചെയ്യുന്നതാണ്. നമുക്കിത് കേൾക്കുമ്പോൾ ഇതെന്ത് വിവരക്കേടാണ് ഇവിടെ വന്നിരുന്ന് പറയുന്നതെന്ന് ആലോചിക്കുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല ഗൈസ്. അതുകൊണ്ട് വന്നതാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ, ടേക്ക് കെയർ.